Good morning, students. Today we will discuss another problem. Solve the system whose augmented matrix is 2, minus 2, 4, 0, 0, minus 3, 3, minus 6, 5, 15, 1, minus 1, 2, 0, 0. നമുക്ക് ഓഗ്മെന്റഡ് മെട്രിക്സ് തന്നിരിക്കുകയാണ്. നമുക്കത് സോൾവ് ചെയ്യണം. സോൾവ് ചെയ്തിട്ട് എക്സിന്റെയും വൈയുടെയും ഇസഡിന്റെയും ഡബ്ല്യൂന്റെയും ഒക്കെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ ഈ ഒരു മെട്രിക്സിനെ സംബന്ധിച്ച് ലാസ്റ്റ് കോളം റെപ്രസെന്റ് ചെയ്തത് ബി കോളത്തെയാണ്. 0, 15, 0 എന്ന് പറഞ്ഞാൽ റെപ്രസെന്റ് ബി കോളമാണ്. ബി കോളത്തിൽ ഒരു വാല്യൂ നോൺ സീറോ വന്നതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു വാല്യൂ നോൺ സീറോ വന്നാൽ ആ സിസ്റ്റത്തിന് നമ്മൾ പറയുന്ന പേരാണ് നോൺ ഹോമോജീനിയസ് സിസ്റ്റം. അപ്പൊ ഈ നോൺ ഹോമോജീനിയസ് സിസ്റ്റം നമുക്ക് സോൾവ് ചെയ്ത് ഇതിന്റെ എക്സും വൈയും ഇസഡും ഡബ്ല്യൂയും കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഈ മെട്രിക്സിനെ എക്ലോൺ ഫോമിലോട്ട് കൺവെർട്ട് ചെയ്യാം. എക്ലോൺ ഫോമിലോട്ട് കൺവെർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, ആദ്യം തന്നെ നമ്മൾ തന്നിരിക്കുന്ന ആ മെട്രിക്സിനെ ഒന്ന് ഭംഗി പിടിപ്പിക്കുക. ഭംഗി പിടിപ്പിച്ച എന്താ ഗുണം? നമുക്ക് സിംപ്ലിഫിക്കേഷൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് ചെയ്യാൻ പോണത്, ഈ ഫസ്റ്റ് റോയിനെ ഞാൻ R1 ചേഞ്ചസ് ടു R1 by 2. ഫസ്റ്റ് റോയിനെ R1നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ എന്ത് വരും? നമുക്ക് 1, -1, 4, 1, -1, 2, 0, 0 എന്ന് വരും. കണ്ടോ? ഫസ്റ്റ് റോ നമുക്ക് ചെറുതായിട്ട് വരും. നമ്പർ ചെറുതാകുമ്പോൾ നമുക്ക് ഓപ്പറേഷൻ വളരെ സിമ്പിൾ ആയിട്ട് വരും. ഓക്കെ, ഇനി രണ്ടാമത്തെ റോയിൽ നമുക്ക് കോമൺ ഫാക്ടർ ഒന്നുമില്ല, നമ്മൾ അങ്ങനെ തന്നെ എഴുതുന്നു. 3, -6, 5, 15. ഇനി മൂന്നാമത്തെ റോ എന്താണ്? 1, -1, 2, 0, 0. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ചെയ്തത് ഓഗ്മെന്റഡ് മെട്രിക്സിനെ ഒന്ന് മോഡിഫൈ ചെയ്തു. മോഡിഫൈ ചെയ്ത് കഴിയുമ്പോൾ ഗുണം എന്താണ്? നമുക്ക് സിംപ്ലിഫിക്കേഷൻ പാർട്ട് കുറച്ച് ഈസി ആയിരിക്കും. അപ്പൊ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് റോയിനെ ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ 1, -1, 2, 0, 0 നോക്കുന്നു. ഇനി ഞാൻ ചെയ്യാൻ പോണത്, ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റിന്റെ താഴെയുള്ള ഈ -3നെയും 1നെയും നമുക്ക് 0 ആക്കണം. അപ്പൊ 0 ആക്കാനായിട്ട് ഞാൻ ചെയ്യാൻ പോണ ഓപ്പറേഷൻ നടന്നു നോക്കി. R2 ചേഞ്ചസ് ടു R2 പ്ലസ് 3R1. ഇപ്പൊ ഫസ്റ്റ് റോ നമ്മൾ അങ്ങനെ തന്നെ എഴുതുന്നു. 1, -1, 2, 0, 0. ഫസ്റ്റ് റോയിൽ ചേഞ്ച് ഇല്ല, അത് അങ്ങനെ തന്നെ എഴുതുന്നു. സെക്കൻഡ് റോയിൽ ചേഞ്ച് വരുത്തുന്നു. R2 ചേഞ്ചസ് ടു R2 പ്ലസ് 3R1. അപ്പൊ ഇവിടെ എന്ത് വരും? നമുക്ക് 0 വരും. ഇനി അടുത്ത എലമെന്റ് നോക്കിയേ, 3 പ്ലസ് -3. അവിടെ നമുക്ക് 0 വരും. ഇവിടെ നോക്കാം, -6 പ്ലസ് 2. ഇവിടെ നമുക്ക് എന്ത് വരും? 0 വരും. ഇവിടെ എന്താണ്? 5 പ്ലസ് 3R1. ഇവിടെ എന്ത് വരും? 5 വരും. ഇവിടെ എന്താണ്? 15 പ്ലസ് 3R1. ഇവിടെ എന്ത് വരും? 15 വരും. ഇനി അടുത്ത റോയിൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ 1നെ 0 ആക്കണം. അതിനെന്ത് ചെയ്യേണ്ടത്? R3 ചേഞ്ചസ് ടു R3 മൈനസ് R1. R1 ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് 1 -1 എന്താണ് കിട്ടുന്നത്? 0. -1 -1 1ൽ നിന്ന് 1 കുറയ്ക്കാണ് ചെയ്യുന്നത്. അപ്പൊ -1ൽ നിന്ന് -1 കുറച്ചാൽ 0 വരും. 2ൽ നിന്ന് 2 കുറച്ചാൽ നമുക്ക് 0 വരും. പിന്നെ എന്താണ് കിട്ടുന്നത്? 0ൽ നിന്ന് 0 വരും. ഇവിടെ 0ൽ നിന്ന് 0 കുറച്ചാൽ നമുക്ക് 0 വരും. അപ്പൊ ഇങ്ങനെ വന്നു. അപ്പൊ ഇതൊരു എക്കലോൺ ഫോം ആയി അല്ലേ? ഈ മെട്രിക്സ് ഒരു എക്കലോൺ ഫോം ആയിട്ട് മെട്രിക്സ് ആയി. 1, -1, 2, 0, 0, 0, 0, 0, 5, 15, 0, 0, 0. ഫസ്റ്റ് റോയുടെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് താഴെയുള്ളതൊക്കെ നമ്മൾ എന്താക്കി? 0 ആക്കി. സെക്കൻഡ് റോയുടെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റുകൾ താഴെ 0 ആണ്. റിമൈനിങ് റോസ് സീറോസ് ആണ്. അപ്പൊ ഇതൊരു എക്കലോൺ ഫോം ആണെന്ന് കിട്ടി. ഈ എക്കലോൺ ഫോമില് റാങ്ക് ഓഫ് എ ബി നമ്മൾ മൊത്തം മെട്രിക്സ് എടുക്കുമ്പോൾ റാങ്ക് ഓഫ് എ ബി എത്രയാണ്? 1, 2. 2 നോൺ സീറോ റോസ് ഉണ്ട്. റാങ്ക് ഓഫ് എ ബി = 2. ഇനി ലാസ്റ്റ് കോളം നമ്മൾ ഹൈഡ് ചെയ്ത് നോക്കുമ്പോൾ എയുടെ പാർട്ട് മാത്രം നോക്കാം. ലാസ്റ്റ് കോളം റെപ്രസെന്റ് ബിയുടെ പാർട്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ ലാസ്റ്റ് കോളം ഹൈഡ് ചെയ്ത് നോക്കുമ്പോൾ അപ്പോഴും നോൺ സീറോ റോസ് എത്രയാണ്? റാങ്ക് ഓഫ് എ = 2 ആണ്. റാങ്ക് ഓഫ് എ ബി നമുക്ക് 2 കിട്ടി. റാങ്ക് ഓഫ് എ നമുക്ക് 2 കിട്ടി. നമ്പർ ഓഫ് അൺനോൺസ് എത്രയാണ്? 1, 2, 3, 4 അൺനോൺസ് ഉണ്ട്. നമ്പർ ഓഫ് അൺനോൺസ് is equal to 4. അപ്പോ 4 - 2 that is equal to 2. രണ്ട് വേരിയബിൾ നമ്മൾ ആർബിട്രറി ആയിട്ട് ചൂസ് ചെയ്യണം. ഈ സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ രണ്ട് വേരിയബിൾ നമ്മൾ ആർബിട്രറി ആയിട്ട് ചൂസ് ചെയ്യണം. ഇനി നമുക്ക് ഇതിനെ ഇക്വേഷൻ ഫോമിൽ എഴുതാം. ഇക്വേഷൻ ഫോമിൽ എഴുതുമ്പോൾ Ax = b ആണ്. A എന്ന് പറയുന്നത് എന്താണ്? 1, -1, 2, 0, 0, 0, 0, 5. അടുത്ത റോ 0, 0, 0, 0. ദെൻ ഇവിടെ നമുക്ക് എക്സ്, വൈ, ഇസഡ്, ഡബ്ല്യു. റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താണ്? റൈറ്റ് ഹാൻഡ് സൈഡില് 0, 15, 0. ഇനി നമ്മൾ ഇക്വേഷൻ ഫോമിലേക്ക് കൺവെർട്ട് ചെയ്യാം. ഇക്വേഷൻ ഫോമിലോട്ട് കൺവെർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എന്താ വരുന്നത്? ഫസ്റ്റ് ഇക്വേഷൻ 1 × x, x - y + 2z
ഡബ്ല്യൂന്റെ ഇല്ല, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അതാണ് ഫസ്റ്റ് ഇക്വേഷൻ കിട്ടുന്നത്. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ് കിട്ടുന്നത് നമുക്ക്? 0 into x, 0 into y, 0 into z, 5w is equal to 15. രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടും. ഇനി ഇക്വേഷൻ സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഗോസ് എലിമിനേഷൻ മെത്തേഡ്. ഇവിടെ നമ്മൾ പറഞ്ഞു നമ്പർ ഓഫ് അൺനോൺസ് 4 ആണ്, റാങ്ക് 2 ആണ്, 4 - 2 2 ആണ്. രണ്ട് വേരിയബിൾ നമ്മൾ ആർബിട്രറി ആയിട്ട് ചൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. നമുക്ക് ലാസ്റ്റ് 5w is equal to 15 ആണെങ്കിൽ w-ന്റെ വാല്യൂ എത്രയാ? 15/5 ദാറ്റ് ഈസ് ഈക്വൽ ടു 3. അപ്പൊ w-ന്റെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി രണ്ട് വേരിയബിൾ നമ്മൾ ആർബിട്രറി ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാം. അത് നമുക്ക് ഏതൊക്കെയാണ് ചൂസ് ചെയ്യാം? നമുക്ക് y ചൂസ് ചെയ്യാം, z ചൂസ് ചെയ്യാം. y is equal to t1 and z is equal to t2. അങ്ങനെ രണ്ട് വാല്യൂ നമ്മൾ ചൂസ് ചെയ്തു. y is equal to t1 ഉം z is equal to t2 ഉം നമ്മൾ ചൂസ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഇക്വേഷനിൽ നമ്മൾ കൊടുക്കാം. ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുത്തു കഴിയുമ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ ഏതാണ്? x - y plus 2z is equal to 0. അപ്പോൾ x is equal to y minus 2z എന്ന് വരും. ഈ y അങ്ങോട്ട് വരുമ്പോൾ പ്ലസ് y ആവും, 2z അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് 2z ആവും. ഈ y-യുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, t1 എന്ന് വരും. ഇവിടെ നമുക്ക് 2t2. അപ്പോൾ x-ന്റെ വാല്യൂ എത്ര കിട്ടി? x-ന്റെ വാല്യൂ 2t1 - t2 എന്ന് കിട്ടി. w-ന്റെ വാല്യൂ 3 എന്ന് കിട്ടി. y is equal to t1 എന്ന് കിട്ടി. z is equal to t2 എന്ന് കിട്ടി. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പ്രോബ്ലത്തിന്റെ പ്രത്യേകത എന്താണ്? ഇവിടെ ഓഗ്മെന്റഡ് മെട്രിക്സ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്തു തുടങ്ങാം. ഓഗ്മെന്റഡ് മെട്രിക്സ് ഡയറക്റ്റ് ആയിട്ട് തന്നിരിക്കുകയാണ്. അപ്പൊ അതിൽ നിന്ന് ലാസ്റ്റ് കോളം നമ്മൾ ബിയുടെ കോളമായിട്ട് കൺസിഡർ ചെയ്യാം. എന്നിട്ട് അത് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയത് റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബിയും തുല്യമാണ്. പക്ഷെ നമ്പർ ഓഫ് അൺനോൺസ് 4 ആണ്. അതുകൊണ്ട് രണ്ട് വേരിയബിൾ നമ്മൾ ആർബിട്രറി ആയിട്ട് ചൂസ് ചെയ്തു. ഇവിടെ നമ്മൾ ചൂസ് ചെയ്ത ആ വേരിയബിൾസ് ഏതൊക്കെയാണ്? y is equal to t1 ഉം z equal to t2 ഉം. w നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് 5w is equal to 15 ആണെങ്കിൽ w-ന്റെ വാല്യൂ 3 കിട്ടി. അപ്പൊ ഈ z ഉം y ഉപയോഗിച്ച് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? x കണ്ടുപിടിച്ചു. അപ്പൊ x-ന്റെ വാല്യൂ നമുക്ക് എന്താ കിട്ടിയത്? t1 - 2t2 എന്ന് കിട്ടി. y-യുടെ വാല്യൂ എന്ത് കിട്ടി? t1 എന്ന് കിട്ടി. z-ന്റെ വാല്യൂ എന്ത് കിട്ടി? t2 എന്ന് കിട്ടി. w-ന്റെ വാല്യൂ നമുക്ക് 3 എന്ന് കിട്ടി. അപ്പൊ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ആണ്. ടിയുടെ വാല്യൂ മാറുന്നതനുസരിച്ച് നമുക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ആണ് ഈ ഒരു പ്രോബ്ലത്തിൽ കിട്ടുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഓഗ്മെന്റഡ് മെട്രിക്സ് തന്നു കഴിഞ്ഞാൽ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് എഴുതിയെടുക്കുക. ഓക്കെ, ശരി.